യുഎഇയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള നിരക്കുകൾ ഏകീകരിച്ചു. അടുത്ത മാസം 6 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഇതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ റീചാർജിംഗ് നിരക്ക് വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. യുഎഇ മന്ത്രിസഭാ തീരുമാനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ റീചാർജിംഗ് ഏകീകരണ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതനുസരിച്ച് വേഗത്തിൽ റീചാർജ് ചെയ്യുന്ന എക്സ്പ്രസ് ചാർജിങ്ങിനും സാധാരണയുള്ള ചാർജിങ്ങിനും 2 നിരക്ക് വീതം രാജ്യവ്യാപകമായി ഈടാക്കും. എക്സ്പ്രസ് ചാർജിംഗിൽ 1 കിലോ വാട്ടിന് 1.2 ദിർഹവും സാധാരണ നിരയിലുള്ള ചാർജിംഗിന് കിലോ വാട്ടിന് 70 ഫിൽസുമാണ് ഈടാക്കുക. 2 നിരക്കിലും 5% വാറ്റും ഈടാക്കും. നിലവിൽ ചില ഷോപ്പിംഗ് മാളുകളടക്കം സൗജന്യ റീചാർജിംഗ് അനുവദിക്കുന്നുണ്ട്. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിക്ക് കീഴിലുള്ള ചാർജിംഗ് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ വർഷം ജൂൺ 1 മുതൽ 1 കിലോ വാട്ടിന് 35 ഫിൽസ് വീതം മാത്രമാണ് ഈടാക്കുന്നത്. ജൂലൈ 8-നാണ് ഗസറ്റിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചത്. ഗസറ്റ് വിജ്ഞാപനത്തിന് ശേഷം 60 ദിവസം കഴിഞ്ഞാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരിക. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 6-ന് ശേഷം രാജ്യത്ത് ഏകീകൃത നിരക്ക് നിലവിൽ വരും. ടെസ്ല വാഹനങ്ങൾക്ക് നിലവിൽ റീചാർജിംഗ് സൗജന്യമാണ്. ഇത്തരം വാഹനങ്ങൾക്ക് പണം നൽകേണ്ടി വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് വാഹന ഉടമകൾ അറിയിച്ചു. രാജ്യത്ത് കൂടുതൽ ചാർജിംഗ് കേന്ദ്രങ്ങൾ വരുന്നതോടെ തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.